വെനിസ്വേലയ്ക്ക് പിന്നാലെ അയൽരാജ്യമായ കൊളംബിയ കൂടി ആക്രമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇതൊക്കെ ഒരു അന്ത്യശാസന മോഡല്ല അമേരിക്കയിൽ ഇപ്പോൾ വരുന്നത്. അമേരിക്കയെ അനുസരിക്കും എന്ന ട്രംപിൻ്റെ പ്രഖ്യാപനം മഡൂറോയെ വെനിസ്വേലയുടെ ഏക പ്രസിഡന്റ് എന്ന് വിശേഷിപ്പിച്ച് ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് തള്ളിക്കളഞ്ഞു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. മഡൂറോയെ ന്യൂയോർക്കിലെ കോടതിയിൽ നിന്ന് ഹാജരാക്കുമെന്ന് വിവരം കൂടി ലഭിക്കുമ്പോൾ പി ജെയിംസ് ചേരുന്നു. പി ഗുഡ് മോർണിംഗ്. ചെറിയ ചെറിയ രാജ്യങ്ങൾക്ക് നല്ല ഭയമാകാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് വാളെടുത്ത് അങ്ങനെ നിൽക്കുകയല്ലേ? ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൊണ്ട് തോറ്റു. എപ്പോഴെങ്കിലും പക്ഷെ നമുക്കൊന്ന് ജയിക്കണം. അല്ല, ഇതില് ഒരു കാര്യമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിച്ച് അവിടുത്തെ ന്യൂയോർക്ക് മേയർ ഇന്ത്യൻ വംശജൻ മംതാനി രംഗത്ത് വന്നു എന്നുള്ളതാണ് ഒരു വലിയ വാർത്ത. മംതാനി നേരിട്ട് ഫോൺ വിളിച്ചു പറഞ്ഞു, അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് അമേരിക്ക കയറി മഡൂറോയെ പിടിച്ചുകൊണ്ടുപോയത് തെറ്റായ നടപടിയാണെന്ന് അമേരിക്കയുടെ പ്രസിഡന്റിനോട് അവിടുത്തെ ന്യൂയോർക്കിലെ മേയർ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞാൽ മംതാനി വീണ്ടും ശ്രദ്ധിക്കപ്പെടുകയാണ്. ഒപ്പം തന്നെ ഈ ട്രംപിനോട് മത്സരിച്ച കമലാ ഹാരിസും പറഞ്ഞിട്ടുണ്ട്. കമലാ ഹാരിസ് പറഞ്ഞത് ഇത് അവിവേകമാണ്, മഡൂറോ ആള് ശരിയല്ല, കുഴപ്പക്കാരനാണ് എന്നറിയാം, പക്ഷെ അമേരിക്കയ്ക്ക് വേറൊരു പരമാധികാര രാജ്യത്തിൽ പോയി അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുവരുന്നത് അവിവേകമാണ്, അമേരിക്ക കൂടുതൽ സുരക്ഷിതമല്ലാത്ത രാജ്യമായി മാറാൻ പോകുന്നു, അന്യായമാണ്, അംഗീകരിക്കാനാവില്ലെന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന മുൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതൊന്നും ട്രംപ് കാര്യമാക്കുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഈ വെനിസ്വേലയുടെ തൊട്ടടുത്ത രാജ്യമായ കൊളംബിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ മെക്സിക്കോ, കൊളംബിയ ഒക്കെ ഡ്രഗ് കാർട്ടലുകളുടെ, ഡ്രഗ് മാഫിയയുടെ വലിയ കേന്ദ്രങ്ങളാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ട്രംപിന് കേടി അവിടെ ആക്രമിക്കാൻ യാതൊരു അന്താരാഷ്ട്ര നിയമങ്ങളും അനുവദിക്കുന്നില്ല. അടുത്തത് കൊളംബിയയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ കൊളംബിയ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണെന്ന് മാത്രമല്ല, ഇടതുപക്ഷ സർക്കാരാണ്. അവിടെ ഗസ്റ്റാവോ പെട്രോ ആണ് ഭരിക്കുന്നത്. പെട്രോ ഒരു തരത്തിൽ അതിശക്തനായിട്ടുള്ളൊരു നേതാവാണ്. വെനിസ്വേലയിൽ അമേരിക്കയുടെ ആക്രമണം നടത്തിയപ്പോൾ അതിശക്തമായി പ്രതിഷേധിക്കുകയും അതിർത്തിയിൽ സേനാ വിന്യാസം നടത്തുകയും ചെയ്ത ആളാണ്. അപ്പോൾ അമേരിക്ക അടുത്ത ലക്ഷ്യം വെച്ചിരിക്കുന്നത് കൊളംബിയയാണ്. കൊളംബിയയുടെ പെട്രോ ഗുസ്താവോ പലതവണ ചോദ്യം ചെയ്തിരുന്ന അമേരിക്കൻ നടപടിയെ, ട്രംപിനെ. അതുകൊണ്ട് തന്നെ അവരെ അവിടെ ബാൻ ചെയ്തിരിക്കുകയാണ്, ഉപരോധം കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അടുത്തത് കൊളംബിയ. ഒപ്പം തന്നെ ഫിഡൽ കാസ്ട്രോയുടെ ഐതിഹാസികമായ ക്യൂബ അമേരിക്കയുടെ തൊട്ടടുത്ത് കിടക്കുന്നു. പലതവണ ക്യൂബയെ പിടികൂടാൻ അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ 60കളിൽ ഓർക്കുന്നുണ്ടാവും, അന്നത്തെ വാർത്തകളൊക്കെ വലിയ ഇതായിട്ട് വന്നതാണ്. ജോൺ എഫ് കെന്നഡിയുടെ കാലത്ത് ക്യൂബയെ ആക്രമിക്കുമെന്നുള്ളത് വന്നപ്പോൾ സോവിയറ്റ് യൂണിയൻ വന്ന് അവിടെ ക്യൂബൻ മിസൈൽ വയ്ക്കുകയും കെന്നഡി 3ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പറയുകയും അവിടുന്ന് മിസൈലുകൾ ക്യൂബയിൽ നിന്ന് നീക്കിയതൊക്കെ വലിയ ചരിത്രമായിരുന്നു. എന്തായാലും ക്യൂബയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, കൊളംബിയയിൽ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. പറഞ്ഞതുപോലെ കൊളംബിയ ലഹരി കടത്തിൻ്റെ വലിയ കേന്ദ്രമാണ്. ഒരുപക്ഷെ വെനിസ്വേലയിൽ ലഹരിയുടെ പേരും പറഞ്ഞ് ട്രംപ് കയറിയതിന് ഒരു ന്യായമില്ല. കാരണം കൊളംബിയയും മെക്സിക്കോയും പെറു ഒക്കെയാണ് ഇതിൻ്റെ കേന്ദ്രങ്ങൾ. യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ലഹരി കടത്തില്ലാത്തൊരു രാജ്യമായ വെനിസ്വേലയിൽ കയറിയാണ് മഡൂറോയെ പിടിച്ചുകൊണ്ടുപോയത്. മഡൂറോ മാറിയപ്പോൾ അവിടുത്തെ വൈസ് പ്രസിഡന്റായിരുന്ന ഡെൽസി റോഡ്രിഗ്സിനെയാണ് ഇപ്പോൾ ആക്ടിംഗ് പ്രസിഡന്റായിട്ട് നിയോഗിച്ചിരിക്കുന്നത്. ട്രംപ് പറഞ്ഞു ആക്ടിംഗ് പ്രസിഡന്റ് നമ്മുടെ ആളാണ്, ഞാൻ പറയുന്നതൊക്കെ അവർ കേൾക്കും, അമേരിക്ക പറയുന്നത് കേൾക്കുമെന്ന് പറഞ്ഞെങ്കിലും ട്രംപിനെ തള്ളിക്കൊണ്ട് മഡൂറോയെ പിന്തുണച്ചുകൊണ്ട് വെനിസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ്, ഒരുപക്ഷെ ഗർജിക്കുന്ന പുലി എന്നൊക്കെ പറയാവുന്ന ഡെൽസി റോഡ്രിഗ്സ് എന്ന വനിത രംഗത്ത് വന്നിരിക്കുന്നു. അവർ പറഞ്ഞു, അമേരിക്ക ഞങ്ങളുടെ മേലെ കടന്നുകയറ്റം നടത്തിയിരിക്കുകയാണ്, ഞങ്ങളുടെ ഏക പ്രസിഡന്റ് ഇപ്പോഴും അമേരിക്ക പിടിച്ചുകൊണ്ടുപോയ മഡൂറോയാണ്, നിക്കോളാസ് മഡൂറോയാണ് എന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയപ്പോൾ അദ്ദേഹം ജീവനോടെ ഉണ്ടോ എന്ന് അമേരിക്ക പറയണമെന്ന് ശക്തമായ ഭാഷയിൽ പറഞ്ഞ ആളുകൂടിയാണ് ഈ ഡെൽസി. പക്ഷേ ഡെൽസിക്ക് ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്ത് അമേരിക്ക അവരെന്ത് ചെയ്യുമെന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അമേരിക്ക പ്രസിഡന്റിനെ ഏറ്റവും കൂടുതൽ പിന്തുണച്ച നൊബേൽ സമ്മാന ജേതാവായ മരിയ കൊറീന മച്ചോഡോ അല്പം ദുഃഖത്തിലാണ്. കാരണം അവർ പറഞ്ഞത് എഡ്മുണ്ടോ ഗോൺസാലസ് എന്ന് പറഞ്ഞ ആളാണ് മത്സരിച്ച് ജയിച്ചത്. ആ മത്സരിച്ച് ജയിച്ച ആളെ പ്രതിപക്ഷ നേതാവ് അട്ടിമറിച്ചാണ് മഡൂറോ വന്നത്. അയാളെ വീണ്ടും പ്രസിഡന്റ് ആക്കണമെന്നുള്ള വാദം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ലാറ്റിൻ അമേരിക്കയിൽ വല്ലാത്ത അവസ്ഥയാണ്. അവിടുത്തെ എണ്ണക്കമ്പനികൾ മുഴുവൻ ഏറ്റെടുക്കുകയാണെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ ട്രംപിൻ്റെ എന്തായിരുന്നു ലക്ഷ്യമെന്ന് ഇപ്പോൾ വ്യക്തമായി. ലോകത്തിലെ ഏറ്റവും വലിയ
എണ്ണ പാടങ്ങൾ മുഴുവൻ അമേരിക്ക ഏറ്റെടുക്കാൻ പോകുന്നു. അതിനിടയിൽ മഡൂറോയെ ഇന്ന് ന്യൂയോർക്കിലെ ഫെഡറൽ കോടതിയിൽ ഹാജരാക്കാൻ പോവുകയാണ്. അദ്ദേഹത്തെ ന്യൂയോർക്ക് ജയിലിൽ അടച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.